ഇപ്പം ശരിയാക്കിത്തരാം ഏജനെറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുടിക്കയത്താണ്. 2022 മെയ് 27 ഈ നാടിനെ നടുക്കിയ ഒരു സംഭവമുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വെട്ടിക്കാട്ടിൽ സാബുവേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഈ പരമ്പര ഇവിടെ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ഇതിനെ ആ ചെറിയ സ്കൂളുകളുണ്ട് ഇപ്പൊ ശരിയായിട്ട് ഇപ്പൊ ശരിയായിട്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തലനാരിഴയ്ക്ക് കാട്ടാനയുടെ മുമ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളാണ് നമ്മുടെ സാബുവേട്ടൻ. സാബുവേട്ടാ നമസ്കാരം. ഇത് ഞങ്ങളുടെ ഏജനെറ്റ് ചാനലിൽ ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള പരമ്പരയാണ്. അപ്പോൾ നമ്മളെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതരിലേക്കും സർക്കാരിലേക്കും ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ എത്തിക്കാനുള്ള ഒരു പരമ്പരയാണിത്. അപ്പോൾ ഏട്ടന് ഞങ്ങളോട് ഇപ്പം എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ 2 വർഷമാകാൻ പോകുന്നു എൻ്റെ ഈ സംഭവം നടന്നിട്ട്. എന്നെ ആക്രമിച്ചിട്ട് ഒന്നര ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബില്ല് ഇവർ ഫോറസ്റ്റുകാർ വന്ന് മേടിച്ചുകൊണ്ട് പോയി. അവർ പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞു. ഇതുവരെ ആയിട്ട് ഒരു പൈസ പോലും തന്നിട്ടില്ല. ഞാനിപ്പോൾ വളരെ കഷ്ടത്തിലാണ്. ഇത് അന്ന് നടന്ന ആ സംഭവം ഒന്ന് വിവരിക്കാം. ഇപ്പൊ 2 വർഷം ആകാറായി. ഇപ്പൊ മെയ് വരുമ്പോഴേക്ക് 2 വർഷം ആവുമല്ലോ. അന്ന് ശരിക്കും യഥാർത്ഥമായിട്ട് എന്താണ്? ഞാൻ എൻ്റെ സ്ഥലത്ത് പോയതാണ്. പറമ്പിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മഴ പെയ്തുകൊണ്ട് ആന നിന്ന് കണ്ടില്ല. ഞാൻ ആനയെ കണ്ടുകൊണ്ട് ഓടിക്കഴിഞ്ഞപ്പം പിന്നെ ഓടി ഞാൻ വീണു കഴിഞ്ഞപ്പോൾ ആന എന്നെ കുത്തി നിരങ്ങിപ്പോയി. അങ്ങനെ നിരങ്ങിപ്പോയി 2-3 കമ്പിന് തട്ടി അവിടെ നിന്നു. അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കാലുകൊണ്ട് തട്ടിയിട്ടിട്ട് പിന്നെ ആനയുടെ ചോട്ടിൽ ഞാനിങ്ങനെ കിടന്നു. ആന കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ട് ആന തന്നെ ഓടിപ്പോവുകയും ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഏകദേശം സമയം ഒരു 4:30 ആയിട്ടുണ്ടാവും സമയം, വൈകുന്നേരം. അവിടുന്ന് ഒരു വിധത്തിൽ നടന്നുകൂടി എത്തിക്കഴിഞ്ഞപ്പോഴേ തളർന്നുപോയി. ഇവിടെ ഇരുന്ന് പോയി. ഭാഗ്യത്തിന് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചത്? മിമിക്സിൽ, കണ്ണൂർ മിമിക്സിൽ. ആദ്യം ഇവിടെ ഇരട്ടി അമലെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവർ പറഞ്ഞ് ആംബുലൻസിൽ അന്നേരം മിമിക്സിലേക്ക് കൊണ്ടുപോയി. മിമിക്സിൽ കൊണ്ടുപോയില്ല. അപ്പോൾ എത്ര ദിവസം അവിടെ കിടന്നു? 1.5 ആഴ്ച അവിടെ കിടന്നു. അതിനുശേഷം ഇവിടെ വന്നു. ശേഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 പോക്ക് പിന്നെയും പോയി. ഇപ്പൊ വനപാലകർ ഇപ്പൊ അന്ന് വന്ന് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിരുന്നോ? പിന്നെ വന്നിട്ടില്ല. അവരാ ബില്ല് മേടിച്ചു പോയതല്ലാണ്ട് പിന്നെ വന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ മേടിച്ചു പോയി. അവരെന്തെങ്കിലും പറഞ്ഞു? അവര് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് പാസ്സായി വരുന്നതിനനുസരിച്ച് തരാന്ന് പറഞ്ഞു. അക്കൗണ്ടിൽ പൈസ വരുമെന്ന് പറഞ്ഞു. ടൈമൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് അന്വേഷിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് നവകേരള സദസ്സിലും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു പിന്നെ അതിന്റെ മറുപടി വന്നത് ഇങ്ങനെയാണ്, ഫണ്ടിനനുസരിച്ച് ലഭ്യതയ്ക്ക് അനുസരിച്ച് പൈസ തരാം. നവകേരള സദസ്സിൽ അവർ എഴുത്ത് മുഖേന അറിയിച്ചു. വാട്സപ്പിൽ മെസ്സേജും വന്നു. ഏകദേശം ബില്ലൊക്കെ എത്രയായിട്ടുണ്ടാവും? എനിക്ക് ബില്ലായിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ തന്നെ 1.25 ലക്ഷം രൂപയുടെ ബില്ല് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 പോക്ക് പോയപ്പോഴത്തേക്ക് ഒരു 1.25 അടുത്തായി. ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് ബില്ലായി. ഇതുവരെ ഒരു പൈസ ഇതുവരെ അവര് വനവകുപ്പിൽ നിന്ന് ഒരു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ചോദിക്കുമ്പോ ഇപ്പം നിങ്ങളുടെ ബില്ല് ഫണ്ടിനനുസരിച്ച് തരും എന്നൊക്കെ പറയുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് പരിക്കുകളോടെ രക്ഷപ്പെട്ട ഏട്ടനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നമ്മൾ ഈ അയ്യൻകുന്ന് പഞ്ചായത്തിന് തൊട്ടടുത്ത് തന്നെ കൊട്ടിയൂര് മേഖലയിൽ കടുവ കുടുങ്ങിയിട്ട് കടുവനെ കെണിവെച്ചു. അപ്പോൾ അവരെ പേരിൽ കേസെടുക്കുക. അപ്പം മനുഷ്യൻ മരിച്ചാലും ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് യാതൊരു പ്രശ്നമില്ല. കാട്ടാനകൾക്കും അതുപോലെ തന്നെ കടുവകൾക്കും വന്യജീവികൾക്കാണ് ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നത്. മനുഷ്യന് യാതൊരു വിലയും ഇല്ലാത്ത മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 2 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് അദ്ദേഹം ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത്. അവരിവിടെ വന്ന് വനപാലകർക്ക് ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് ബില്ലും കാര്യങ്ങളൊക്കെ മേടിച്ചു പോയി. ഏകദേശം 2 ലക്ഷം രൂപയോളം വരും. അവർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയിട്ട് 2 വർഷം തികയാൻ പോകണം. മെയ് വരുമ്പോൾ 2 വർഷം ആകാൻ വേണ്ടി പോവാണ്. ഇതുവരെ യാതൊരു അറിയിപ്പ് ഇവർക്ക് കൊടുത്തില്ല. ഒരു 5 പൈസ പോലും ഇവർക്ക് നഷ്ടപരിഹാരമായിട്ട് ഇവിടുന്ന് ലഭിച്ചിട്ടില്ല. ഈ വനവകുപ്പിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വരെ പരാതി കൊടുത്തു. ഘട്ടം ഘട്ടമായി ഫണ്ട് വരുന്നതിനനുസരിച്ച് ഇവർക്ക് കൊടുക്കാമെന്നാണ് ഇവർക്ക് കിട്ടിയ മറുപടി. അപ്പോൾ നമ്മുടെ കേരളത്തിലും ജീവിക്കുന്നത് മൃഗങ്ങളല്ല,
മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.